അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം എന്താണ് ബഡ്ജറ്റ്, അതിനെക്കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. തൽക്കാലം ഈ ടോപ്പിക് അവിടെ മാറി നിൽക്കട്ടെ. ഫിനാൻസ് കമ്മീഷൻ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തിനെയാണ്, ബഡ്ജറ്റ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല. ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ലൈക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ, ഏതൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിന് എപ്പോഴും രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും. ഒന്ന്, ആ പർട്ടിക്കുലർ ഓർഗനൈസേഷന് ഇൻകം വരുന്ന പാർട്ട്, അല്ലെ? ഇൻകം വരുന്ന പാർട്ടിന് ഞാൻ എന്തെന്ന് പേര് കൊടുത്തു? റവന്യൂ. ഇനി ഓർഗനൈസേഷന് പലതരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അതിന് എന്തുണ്ട്? പലതരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ഫാക്ടേഴ്സിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അവർ നടത്തുന്നുണ്ട്, ഫാക്ടർ എക്സ്പെൻഡിച്ചറും നടത്തുന്നുണ്ട്, അല്ലെ? പ്രൊഡക്ഷനിൽ നിന്നാണ് അവർക്ക് എന്ത് ലഭിക്കുന്നത്? റവന്യൂ. ഫോർ എക്സാമ്പിൾ, ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസ് സെല്ല് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? റവന്യൂ കിട്ടും. കറക്റ്റ് അല്ലേ? ഇനി ആ കാർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 4 തരത്തിലുള്ള ഫാക്ടേഴ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും, അല്ലെ? രണ്ട് കാര്യങ്ങളാണ് ഒരു ഓർഗനൈസേഷനിൽ പ്രധാനമായി വരുന്ന ആക്ടിവിറ്റി. ഒന്ന് റവന്യൂ, ദാറ്റ് ഈസ് ഇൻകം പാർട്ട്. സെക്കൻഡ് വൺ എക്സ്പെൻഡിച്ചർ പാർട്ട്. ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു ഓർഗനൈസേഷന്റെ ഒരു പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇയർ, ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് കലണ്ടർ ഇയർ അല്ല നമ്മൾ ഉപയോഗിക്കുക. കലണ്ടർ ഇയറും ഫൈനാൻഷ്യൽ ഇയറും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിരുന്നല്ലോ. എന്താണ് ഡിഫറൻസ്? കലണ്ടർ ഇയർ ആണെങ്കിൽ ജനുവരി 1 സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ 31 അവസാനിക്കും, അല്ലെ? ഫൈനാൻഷ്യൽ ഇയർ ആണെങ്കിലോ ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഇയറിലെ മാർച്ച് 31 അത് അവസാനിക്കുക, അല്ലെ? ഇപ്പൊ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഒരു പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇയറിൽ, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് ചിന്തിക്ക്, ഒരു വർഷത്തെ അവരുടെ എക്സ്പെൻഡിച്ചറും അവരുടെ എക്സ്പെക്റ്റഡ് റവന്യൂവും അവരൊരു ഡോക്യുമെന്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഡോക്യുമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന് മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ഫിലോസഫി ആണോ? അല്ല. ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? എക്സ്പെൻഡിച്ചർ പാർട്ടും ഉണ്ടായിരിക്കും, റവന്യൂ പാർട്ടും ഉണ്ടായിരിക്കും. ഒരു 1 ഇയറിലേക്ക് എക്സ്പെൻഡിച്ചറും റവന്യൂവും നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഇനി ബഡ്ജറ്റ് ഗവൺമെന്റിലേക്ക് നമ്മൾ ഡിസ്കഷൻ ഫോക്കസ് ചെയ്യാൻ പോവാണ്. ഈ ബഡ്ജറ്റിന്റെ പ്രിപ്പറേഷൻ, പാസേജ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ പോളിറ്റിയില് പാർലമെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഞാനൊരു ജനറൽ ആയിട്ട് നമ്മുടെ എക്കണോമിക്സിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അക്കോർഡിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന ആശയം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആർട്ടിക്കിൾ 112 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിലാണ് ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പലതവണ ഒരു വാക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എന്താ? ബഡ്ജറ്റ്, അല്ലെ? പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കുക, കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല. there is no mentioning of the word budget in constitution. കോൺസ്റ്റിറ്റ്യൂഷനിൽ 112 പറയുന്നത് എന്താണ്? ബഡ്ജറ്റിനെ വിളിക്കുന്ന പേരാണ് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പോളിറ്റിയില് യൂണിയൻ ഗവൺമെന്റിന്റെ അവിടെ പാർലമെന്റിലും ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ അവിടെ നിങ്ങൾ എന്ത് പഠിക്കും? ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ആശയം പഠിക്കും. അഗൈൻ റിപ്പീറ്റ് ചെയ്യാണ്, ഈ ബഡ്ജറ്റ് എന്ന വേർഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഉപയോഗിക്കുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 112 പറയുന്നത് എന്താണ്? ബഡ്ജറ്റിന് വിളിക്കുന്ന പേര് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഈ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രിയോർ കൺസെന്റ്. പ്രിയോർ കൺസെന്റ് ആരുടെ കൺസെന്റ്? പ്രസിഡന്റ്. ബഡ്ജറ്റ് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി ഉണ്ടെങ്കിൽ മാത്രമാണ് പാർലമെന്റിൽ എന്ത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ബഡ്ജറ്റ് അല്ലെങ്കിൽ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് വൺ, ഇറ്റ്സ് എ ഗവൺമെന്റ് ബിൽ. ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താ? ഭരിക്കുന്ന ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ റവന്യൂയെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ്. പാർലമെന്റിൽ 2 തരത്തിലുള്ള ബില്ലുണ്ട്. പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലും ഉണ്ട്, ഗവൺമെന്റ് ബില്ലും ഉണ്ട്. പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭരണകക്ഷി അല്ലാതെ ഏതൊരാൾ പ്രസന്റ് ചെയ്യുന്ന ബില്ലിനും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയും, മിനിസ്റ്റേഴ്സ് അല്ലാതെ വേറെ ഏതൊരാൾ പ്രസന്റ് ചെയ്യുന്ന ബില്ലിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റ് ബില്ലാണ്. ഗവൺമെന്റ് ബില്ലാണ്. അപ്പൊ ഗവൺമെന്റ് ബില്ലാണെങ്കിൽ ഒരു സംശയമില്ലാതെ പ്രസന്റ് ചെയ്യുന്നത് മിനിസ്റ്റർ ആയിരിക്കും. ഇവിടത്തെ കേസിൽ ഏത് മിനിസ്റ്റർ ആണ് പ്രസന്റ് ചെയ്യുക? ബഡ്ജറ്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് പ്രസന്റഡ് ബൈ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പൊ അടുത്തൊരു പോയിന്റ് പറയുന്നത് ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 112 എവിടെയും ഫിനാൻസ് മിനിസ്റ്റർ ആണ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. പ്രസിഡന്റ് ഈസ് കോസ്റ്റ് ടു ബി ലെയ്ഡ് ബഡ്ജറ്റ് ഓൺ ദി പാർലമെന്റ് എന്നാ പറഞ്ഞിട്ടുള്ളത്. പ്രസിഡന്റിനു വേണ്ടി പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു എന്നാണ് എവിടെ പറയുന്നത്? ആർട്ടിക്കിൾ 112 പറയുന്നത്. ഐ റിപ്പീറ്റ്, എവിടെയും പാർലമെന്റില് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ആണെന്ന് എഴുതി വെച്ചിട്ടില്ല. എഴുതിയിട്ടുള്ളത് എന്താ? പ്രസിഡന്റിന് വേണ്ടി പാർലമെന്റിൽ എന്ത് പ്രസന്റ് ചെയ്യുന്നു? ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യുന്നു. നമ്മൾ ഓൺ ദി കൺവെൻഷൻ ഫിനാൻസ് മിനിസ്റ്റർ പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, ബഡ്ജറ്റ് അല്ലെങ്കിൽ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ഒരേ ഒരു സഭയിൽ മാത്രമാണ് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് സഭ? പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് 2 ഹൗസസ് അല്ലെ? ഏതൊക്കെയാ? ലോക്സഭ, രാജ്യസഭ. എന്തുകൊണ്ടാണ് ലോക്സഭയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം? ലോജിക്ക് ഉപയോഗിക്കുകയും, ജനങ്ങൾ ഡയറക്ട്ലി എലക്ട് ചെയ്യുന്ന ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങൾ നേരിട്ട് എലക്ട് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ്സ് ഉള്ളത് ലോക്സഭയിലാണ്. രാജ്യസഭയിലോ ഇൻഡയറക്റ്റ് എലക്ഷൻ ആണ്. ഭാവിയിൽ പഠിക്കും, രാജ്യസഭയിലേക്ക് ആളുകൾ വരുന്നത് ഏത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്? നമ്മൾ ഇലക്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭ, ഓരോ സംസ്ഥാനത്തിലെയും നിയമസഭയിലെ മെമ്പേഴ്സ് ആണ് ആരെ എലക്ട് ചെയ്യുന്നത്? രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം 12 ആളുകളെ ആര് നോമിനേറ്റ് ചെയ്യും? പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ അതിൽ നിന്ന് തന്നെ ക്ലിയർ ആയി, നമ്മളെ എലക്ട് ചെയ്ത മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ് രാജ്യസഭയിലേക്ക് ആളുകളെ എലക്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻഡയറക്റ്റ് എലക്ഷൻ. ഓക്കെ ആണല്ലോ? ഇനി ലോക്സഭയിലേക്കാണല്ലോ, നമ്മളെല്ലാവരും നേരിട്ട് പോയിട്ടാണ് നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനെ ഇലക്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ഡയറക്ട്ലി ഇലക്റ്റഡ് ഹൗസ്. അതുകൊണ്ടാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ലോക്സഭയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്രസന്റ് ചെയ്യാൻ പാടുള്ളൂ. ലോക്സഭയിൽ മാത്രമേ പ്രസന്റ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ രാജ്യസഭ ഹാവിംഗ് ലിമിറ്റഡ് പവർ ഓവർ ബഡ്ജറ്റ്. രാജ്യസഭ ഹാവിംഗ് ലിമിറ്റഡ് പവർ ഓവർ ബഡ്ജറ്റ്. ലിമിറ്റഡ് പവർ എന്ന് വെച്ചാൽ ഒരു മീനിങ് പറയാം. ലോക്സഭയിൽ ബഡ്ജറ്റ് പാസ്സായി കംപ്ലീറ്റ് ചരിത്രം കഴിയുമ്പോൾ രാജ്യസഭയ്ക്ക് ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്തെല്ലാം സ്കീമുകളാണ്, ഇന്നത്തെ ന്യൂസ് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഡിഫൻസിനെ കുറിച്ച് സ്കീമുകളുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് സ്കീമുണ്ട്, ടാക്സേഷൻ പ്രപ്പോസൽസിനെ കുറിച്ച് സ്കീമുകളുണ്ട്. അത്തരത്തിലുള്ള സ്കീമുകൾ എന്ത് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ? ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ദേ കനോട്ട് റെക്കമെൻഡ് എനി ചേഞ്ച്. എന്താ ഞാൻ പറഞ്ഞതിന്റെ മീനിങ്? രാജ്യസഭയ്ക്ക് ലോകസഭയോട് എന്ത് ആവശ്യപ്പെടാൻ പറ്റില്ല? ബഡ്ജറ്റിൽ മാറ്റം വരുത്തണമെന്ന് പറയാനുള്ള അധികാരമില്ല. മറിച്ച് സാധാരണ ബില്ല്, ഓർഡിനറി ബില്ലാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല്, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയെ മാറ്റുന്ന ബില്ലാണെങ്കിലും രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും ഈക്വൽ പവർ അല്ലെങ്കിൽ തുല്യമായ പവറാണ് ഉള്ളത്. ഈ മണി ബിൽ അല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ കേസിൽ ആർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്? ലോകസഭയ്ക്കായിരിക്കും. രാജ്യസഭയ്ക്ക് റെസ്ട്രിക്റ്റഡ് പവർ. ഈ പറഞ്ഞതൊക്കെ എക്കണോമിക്സ് അല്ല, ഇതൊക്കെ എന്താണ്? പോളിറ്റി. എടുക്കും കേട്ടോ നിങ്ങൾക്ക്. അപ്പൊ ഞാനിവിടെ ഇത് എടുത്തു തരുന്നത് ആ ടോപ്പിക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഫെമിലിയർ ആവും കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇനി എങ്ങനെയാണ് ഒരു ജനറൽ ബഡ്ജറ്റിന്റെ പ്രപ്പോസൽസ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റേജസ് എന്ന് നമുക്ക് നോക്കാം. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ വർഷത്തെ നോക്കണ്ട കേട്ടോ. ഇപ്പൊ അത് ഏത് സമയത്ത്? ജൂലൈയിലെ പ്രസന്റ് ചെയ്തിട്ടുള്ള. അതിനുള്ള കാരണം എന്ന് പറയുന്നത് പുതിയൊരു ഗവൺമെന്റ് ഫോം ചെയ്തു, അതിനുശേഷം പുതിയൊരു ബഡ്ജറ്റ് ഫോം ചെയ്തിട്ടുള്ള. യൂഷ്വലി ബഡ്ജറ്റ് ഈസ് പ്രസന്റഡ് ഓൺ February 1. നെക്സ്റ്റ് ഇയറിന്റെ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുക. അടുത്ത വർഷം തൊട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു വർഷം എന്ന് പറയുന്നത് എന്താ എക്സെപ്ഷൻ എന്ന് പറയുന്നത്? ഫെബ്രുവരിയിൽ വേറെ ഗവൺമെന്റ് ആയിരുന്നു. അപ്പൊ അവര് ഇന്റീരിയം ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് അപ്പൊ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ഷന് ശേഷം പുതിയ ഗവൺമെന്റ് വന്നതുകൊണ്ടാണ് ഈ വർഷം എപ്പോ വന്നിട്ടുള്ളത്? ജൂലൈ. അടുത്ത വർഷവും നെക്സ്റ്റ് ഇയർ ഒക്കെ എപ്പോഴാണ് ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുക? February 1 യൂഷ്വലി ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുക. ഓക്കെ അല്ലേ?
ഈ ഫെബ്രുവരി 1 ഒരു ദിവസം മുന്ന്, ദാറ്റ് ഈസ് Jan 31 വേറൊരു ഡോക്യുമെന്റും കൂടി അവർ പബ്ലിഷ് ചെയ്യും, വിച്ച് ഈസ് കോൾഡ് എക്കണോമിക് സർവേ. അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്താണ് അതിന്റെ റെലവൻസ്? മെയിൻസ് ആൻസർ എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് ഡേറ്റാസ് വോട്ട് ചെയ്യേണ്ടി വരും. ഇത്ര ശതമാനമാണ് ഗ്രോത്ത്, ഇത്ര ശതമാനമാണ് അൺഎംപ്ലോയ്മെന്റ്, ഇന്ത്യയിലെ ടാക്സ് കളക്ഷൻ എന്ന് പറയുന്നത് ഇത്ര പെർസെന്റേജ് ആണ്, ഇന്ത്യയിലെ ടാക്സ് കളക്ഷൻ കൂടി അല്ലെങ്കിൽ കുറഞ്ഞു, എക്സ്പെൻഡിച്ചർ ഇത് ഹെൽത്ത് സെക്ടറിന് കൂടി അല്ലെങ്കിൽ കുറഞ്ഞു, കഴിഞ്ഞ വർഷത്തേക്കാൾ ഡിഫൻസിന്റെ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു കൂടി, ഈ കംപ്ലീറ്റ് ഡേറ്റാസ് നമ്മൾ ആൻസറുകൾ എഴുതുമ്പോൾ കോട്ട് ചെയ്യണം. അതാണ് അതിന്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ല? ഇന്ത്യൻ എക്കണോമിയുടെ കഴിഞ്ഞ വർഷത്തെയും ഇനി വരുന്ന വർഷത്തെയും എത്രത്തോളം ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് എന്ത്? എക്കണോമിക് സർവേ. കേട്ടാ. ഇനി അടുത്ത സ്ലൈഡ് തൊട്ട് ഞാൻ കുറച്ച് സ്ലൈഡ് എടുക്കും, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ ഡൗട്ട്, അപ്പൊ ചോദിച്ചോളൂ കേട്ടോ മോളെ. ഓക്കെ, താങ്ക് യു. ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം പ്രസിഡന്റിന്റെ പ്രീ അപ്രൂവൽ വാങ്ങി ഫെബ്രുവരി 1 എവിടെ പോയി പ്രസന്റ് ചെയ്യും? ലോക്സഭയിലാണോ രാജ്യസഭയിലാണോ? ലോക്സഭയിൽ പ്രസന്റ്. ആവശ്യപ്പെട്ടു, കേന്ദ്രം ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ ഈ ഫൈനാൻസ് ബില്ല് എന്ന് പറയുന്ന ഒരു കാര്യം പ്രസന്റ് ചെയ്തതോടുകൂടി എവിടത്തെ പരിപാടി കഴിഞ്ഞു? ലോക്സഭയിലെ പരിപാടി കഴിഞ്ഞു. ലോക്സഭയിൽ കംപ്ലീറ്റ് ചരിത്രം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്ലിയർ ആണ് എന്ത് ചെയ്യാം, ഓരോ മിനിസ്ട്രീസിനും അല്ലെങ്കിൽ സ്റ്റേറ്റിനും ഗവൺമെന്റിന് എവിടെ നിന്ന് കാശ് എടുക്കാം, പബ്ലിക് പേഴ്സ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയും കഴിഞ്ഞിട്ടാണ് വെറുതെ ആവശ്യമില്ലാണ്ട് അവിടെ ആരെ കൊണ്ടുവന്നിട്ടുള്ളത്? ബഡ്ജറ്റ് ലെയ്ഡ് ബിഫോർ രാജ്യസഭ. നോക്കിയേ, ഓൺലി, ഐ റിപ്പീറ്റ് ദി വേർഡ് ഓൺലി, general discussion without voting on demands for grants is allowed in രാജ്യസഭ. ഇപ്പൊ രാജ്യസഭയ്ക്ക് ബഡ്ജറ്റിന്റെ മുകളിൽ ലിമിറ്റഡ് പവർ മാത്രമേ ഉള്ളൂ. എന്തിനുള്ള പവർ മാത്രമേ ഉള്ളൂ? ജസ്റ്റ് ഡിസ്കസ് ദി ബഡ്ജറ്റ്. ബഡ്ജറ്റിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറയാനുള്ള അധികാരം ഉണ്ടോ? ഇല്ല. ബഡ്ജറ്റിന്റെ മുകളിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ? അതുമില്ല. കാരണം പറഞ്ഞുതരാം, റീസൺ പറഞ്ഞുതരാം. പോളിറ്റിയുടെ റീസൺ ആണ്. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എടുത്തിട്ടുണ്ടാവും, സാലിയൻ ഫീച്ചേഴ്സ് അല്ലെ. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താ? എക്സിക്യൂട്ടീവ്സ് ആർ റെസ്പോൺസിബിൾ ടു ദി പാർലമെന്റ് ഇൻ ജനറൽ, ലോക്സഭ ഇൻ പർട്ടിക്കുലർ. എക്സിക്യൂട്ടീവ്സിന് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് ഏത് സഭയോടാണ് കൂറ് പുലർത്തേണ്ടത്, അല്ലെങ്കിൽ ഏത് സഭയുടെ മെജോറിറ്റിയാണ് കിട്ടേണ്ടത്? ലോക്സഭ. ഇപ്പൊ ബഡ്ജറ്റ് പാസ്സാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഗവൺമെന്റിന് സപ്പോർട്ട് ഇല്ലാന്ന്. ഗവൺമെന്റിന്റെ സപ്പോർട്ട് പ്രൂവ് ചെയ്യുന്ന ഹൗസ് എന്ന് പറയുന്നത് ലോക്സഭയാണ്. അതുകൊണ്ടാണ് ലോക്സഭയിൽ മാത്രം ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത്, രാജ്യസഭയ്ക്ക് ലിമിറ്റഡ് പവർ ഉള്ളത്. തീർന്നു. ഇതോടുകൂടി നമ്മുടെ പോളിറ്റി പാർട്ട് കഴിഞ്ഞു കേട്ടോ. ഈ ഒരു പാർട്ട് തൊട്ടിട്ടാണ് നമ്മുടെ എക്കണോമി സ്റ്റാർട്ട് ചെയ്യുന്നത്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ജനറലി ഇറ്റ് വുഡ് ഹാവ് 2 ഡിവിഷൻ. ഏതൊക്കെയാ? വൺ ഈസ് ഇൻകം പാർട്ട് ഓഫ് ഗവൺമെന്റ് വിച്ച് ഈസ് കോൾഡ് റവന്യൂ അക്കൗണ്ട്, വിച്ച് ഈസ് കോൾഡ് റവന്യൂ അക്കൗണ്ട്. സെക്കൻഡ് ഈസ് എക്സ്പെൻഡിച്ചർ പാർട്ട് ഓഫ് ഗവൺമെന്റ് വിച്ച് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, വിച്ച് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇനി ബഡ്ജറ്റ് എന്ന് പറയുന്നത് 3 തരത്തിലാണ് ബഡ്ജറ്റ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഒരു വർഷത്തെ ഗവൺമെന്റിന്റെ ഇൻകം പ്രഡിക്റ്റ് ചെയ്യുന്നതും എക്സ്പെൻഡിച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്നതും സെയിം ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. സച്ച് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ഈസ് കോൾഡ് ബാലൻസ്ഡ് ബഡ്ജറ്റ്. ഒരു വർഷം ഗവൺമെന്റിന്റെ വരുമാനവും ചെലവും ഈക്വൽ ആണെങ്കിൽ അത്തരത്തിലുള്ള ബഡ്ജറ്റിനെ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ്. ഐ റിപ്പീറ്റ്, ഇറ്റ് ഈസ് നോട്ട് പ്രിഫേർഡ്. എന്താ കാരണം എന്ന് പറയാം. സെക്കൻഡ് വൺ, സർപ്ലസ് ബഡ്ജറ്റ്. ഫോർ എക്സാമ്പിൾ, ഇൻ എൻ ഇയർ ദി ഇൻകം ഓഫ് ദി ഗവൺമെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റിന്റെ വരുമാനത്തിനേക്കാളും കൂടുതലാണ്, വരുമാനമാണ് എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുതലെങ്കിൽ അത്തരം ബഡ്ജറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സർപ്ലസ് ബഡ്ജറ്റ്. അഗെയിൻ ഇറ്റ് ഈസ് നോട്ട് പ്രിഫേർഡ്. ഇൻ എക്കണോമി യൂഷ്വലി വി പ്രിഫർ ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ മീനിങ്? ഇൻകം ഈസ് ലെസ് ദാൻ എക്സ്പെൻഡിച്ചർ. യൂഷ്വലി ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ജനറലി റെക്കമെൻഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ബഡ്ജറ്റ് ആയിരിക്കും? സർപ്ലസ് ബഡ്ജറ്റ് ആയിരിക്കും. ബിക്കോസ് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ആർ വർക്കിംഗ് ടുവേർഡ്സ്
പ്രോഫിറ്റ് ഓറിയന്റേഷൻ അല്ലേ? ഒരു പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? അവർ ഗുഡ്സ് ആണെങ്കിലും സർവീസസ് ആണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന്. പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അവരുടെ വരുമാനത്തിനേക്കാൾ കൂടുതൽ ചെലവ് വന്നതിന് ശരിയാവോ? ഇല്ലല്ലോ. അവരുടെ ചെലവിനേക്കാളും എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുതലായിരിക്കണം എന്ത്? ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ്. So usually in an organization, we prefer surplus budget. Government all over the world generally prefer deficit. കാരണം ഗവൺമെന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല. ഗവൺമെന്റ് എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? വെൽഫെയർ ഓറിയന്റിസം. ഇവിടെയാണെങ്കിൽ പ്രോഫിറ്റ് ഓറിയന്റേഷൻ ആണെങ്കിൽ ഇവിടെ എന്താണ്? വെൽഫെയർ ഓറിയന്റേഷൻ ആണ്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? ഗവൺമെന്റ്. അപ്പൊ യൂഷ്വലി ഗവൺമെന്റിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക? ഗവൺമെന്റിന്റെ വരുമാനത്തെക്കാൾ കൂടുതലായിരിക്കും എന്ത്? ചെലവ്. സോ എ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഡെറ്റ് ഓർ ഡെഫിസിറ്റ് ഈസ് അലൗഡ്. ഡെഫിസിറ്റ് പലതരത്തിലുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഫർദർ സ്റ്റെപ്പിൽ പഠിക്കാം. ഈ പോയിന്റിൽ നിന്ന് എന്താണ് ടേക്ക് അവേ എന്ന് പറയുന്നത്? ഗവൺമെന്റിൽ ജനറലി ഒബ്സർവ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ബഡ്ജറ്റാണ്? ഡെഫിസിറ്റ് ബഡ്ജറ്റാണ്. ടേക്ക് അവേ ക്ലിയർ അല്ലേ? ബഡ്ജറ്റിന് രണ്ട് പാർട്ട് ഉണ്ട്. ഏതൊക്കെയാ? റവന്യൂ പാർട്ടും എക്സ്പെൻഡിച്ചർ പാർട്ടും. ഇപ്പൊ ഗവൺമെന്റ് ബഡ്ജറ്റിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. റവന്യൂ അക്കൗണ്ടും എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഈ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടതിനൊക്കെ നമ്മൾ വേറൊരു പേര് വിളിക്കും കേട്ടോ. അടുത്ത ഘട്ടത്തിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊക്കെ നമ്മൾ പേര് മാറ്റി വിളിക്കും. അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. റവന്യൂ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് റവന്യൂ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാക്കും. അത് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം.